ഞാൻ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ വേണ്ടി പോവും. കോമഡി ആയിരിക്കും ഉണ്ടാവും. ഇനിയൊരു 3-4 വർഷം കഴിഞ്ഞാ അയ്യോ KG ഞാൻ വാപ്പേട്ടൊക്കെ ഇങ്ങനെ പോയി ഓരോ കാര്യങ്ങൾ കേൾക്കൂലേ. കുഞ്ഞ് പഠിക്കാൻ ഭയങ്കര മോശം കേട്ടോ, കുഞ്ഞൊരാളെ പിച്ച് കേട്ടോ എന്നൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ റാബിയുടെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ശരിക്കും ഞാൻ വാപ്പയായിട്ട് 1 year ആയി ഗൈസ്. വിശ്വസിക്കാൻ പറ്റില്ല എത്ര പെട്ടെന്ന് നല്ല ദിവസങ്ങളും മാസങ്ങളൊക്കെ പോണേ. എന്തായാലും നമ്മൾ ഭയങ്കര ആർഭാടം കൊണ്ടൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുക്കാൻ ഞങ്ങൾ വിചാരിക്കുന്നു. ഓക്കെ, ബർത്ത്ഡേ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പതിയെ വരുന്നതാണ്. അങ്ങനെ പതിവ് പോലെ ബർത്ത്ഡേ എല്ലാ സെലിബ്രേഷനും ഉള്ളതുപോലെ തന്നെ കുറച്ച് ബലൂണും പരിപാടിയൊക്കെ ആയിട്ട് അഫ്സൽ അങ്ങോട്ട് തുടങ്ങി. ഈ കാണുന്ന ഫുള്ള് അവനല്ല പെരുപ്പിച്ചത്. എന്നിരുന്നാലും അവൻ്റെ ഇരിപ്പും മട്ടെല്ലാം കണ്ട അവനാണ് പെരുപ്പിച്ചതെന്ന് തോന്നും. പകുതി കൂടുതൽ ഞാനാണ് ഗൈസ്. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവൻ നൈസായിട്ട് മുടിയൊക്കെ ഒന്ന് ലുക്കായിട്ടുണ്ട്. ഇതാണ് ബർത്ത്ഡേ. എല്ലാ വീട്ടിലും സ്ഥിര ക്ലീശുള്ള പരിപാടി, ഹാപ്പി ബർത്ത്ഡേ. ഇതാണ് റാബിക്ക് കൊണ്ടുവന്ന 2 ഡ്രസ്സ്. ഇത് 2 സ്പോൺസർ ചെയ്തിരിക്കുന്നത് റാബിയുടെ ഉമ്മച്ചാപ്പയും ഉമ്മയും കൂടെയാണ്. റാബിയുടെ ഔട്ട്ലുക്ക് ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? അപ്പം അതുപോലെ തന്നെ അവൾ അവിടെ പൂവും പരിപാടിയൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. റാബിയുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? സെറ്റല്ലേ? പക്ഷെ കരരിപ്പാണ് സീന്. നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടി പോവാം. ചിക്കൻ ബിരിയാണി നമ്മൾ കാറ്ററിങ്ങിനാണ് കൊടുത്തേ. അതൊക്കെ വേണ്ടി പൊക്കോണ്ടിരിക്കുക. അടുത്ത വീഡിയോ കാണാം. ഇതാണ് നമ്മുടെ ആരെന്നൊക്കെ ഫസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ കാറ്ററിംഗ് ആയതുകൊണ്ട് തന്നെ അവർ നമുക്ക് ചരുവത്തോടെ തന്നു ഗൈസ്. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇത് 30 പാക്കേജായിട്ട് പാർസൽ രീതിയിലാക്കാനായിരുന്നു. അതിന് കാരണമുണ്ട്, അത് ഈ വീഡിയോ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മൾ ടോട്ടൽ 30 ആൾക്കാർക്ക് ഇത്തവണ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ 15ഓളം വന്നിട്ട് ഓട്ടിസം ബാധിച്ച പിള്ളേർക്കും ബാക്കി 15 നമ്മൾ ഡയറക്റ്റ്ലി കണ്ടെത്തി അത് ആരാണോ റോഡരികിൽ വിശന്നിരിക്കുന്നത് അവർക്ക് കൊടുക്കാം എന്നൊരു പരിപാടിയാണ് നമ്മൾ മൈൻഡിൽ ഇട്ടിരുന്നത്. അപ്പോൾ അതിനായിട്ട് അജ്മിയുടെ വാപ്പ ആയിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, ഫാമിലി ഫുള്ള് കട്ട സപ്പോർട്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരെ പോലെ ഈ ബർത്ത് നമ്മളെല്ലാവരും വിളിച്ചില്ല ഗൈസ്. ഏറ്റവും വേണ്ടപ്പെട്ട മീൻസ് എൻ്റെ 2 ഇത്താമാരും അവരുടെ ഫാമിലിയും, അതുപോലെ അജ്മീൻ്റെ 2 ഇക്കാമാരും അവരുടെ ഫാമിലിയും, അല്ലാണ്ട് വേറെ ആരും വന്നിട്ടില്ല, പുറത്തുനിന്ന് ആരുമില്ല. അതുകൊണ്ട് തന്നെ ഈ ബർത്ത്ഡേ ഒരു പ്രത്യേക ബ്യൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറ്റം പറയാനോ കുറ്റം കണ്ടെത്താനോ അല്ലെങ്കിൽ കൊള്ളാന്ന് പറയാനോ എന്താ പറയാനോ അങ്ങനെയൊന്നും ആരും ഇല്ലായിരുന്നു. ഒടുവിൽ നമ്മളെ പാക്കിങ് പരിപാടിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാറായി. ടൈം ഒരുപാട് പൊക്കിക്കൊണ്ടിരിക്കൊണ്ട് തന്നെ അവരെല്ലാം കട്ടയ്ക്ക് നമ്മളോട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വിളമ്പിക്കൊണ്ടിരിക്കുന്ന അസ്ലമില്ലേ, അവനാണ് ഇതിൻ്റെ മെയിൻ. എല്ലാത്തിനും നമ്മളോട് കട്ടയ്ക്ക് ഉണ്ടായിരുന്നു. ഫാമിലി ആകുമ്പോൾ അങ്ങനെയൊക്കെ വേണമല്ലോ. പരിപാടി കഴിഞ്ഞതാ ഈ 2 ഇതിലായിട്ട് 15 എണ്ണം നമ്മൾ ഈ പറഞ്ഞ സ്കൂളിലും അടുത്ത ബോക്സ് അഫ്സൽ കൊണ്ടുവരുന്ന ആ 15 എണ്ണമാണ് അർഹതപ്പെട്ടവർ. നമ്മൾ ഡയറക്റ്റ്ലി ആ തമ്പാനൂർ പാളയം എവിടെയാണെന്ന് വെച്ചാൽ പോയി അത് കൊടുക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ കൊടുക്കുന്ന വീഡിയോ ഇട്ട് നമ്മൾ അത്രത്തോളം ചീപ്പാവാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ബാക്കിയുള്ള ഇൻസ്പയർ ആവട്ടെ എന്ന രീതിയിലാണ് ഇത് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പാക്കിംഗ് പരിപാടി കഴിഞ്ഞു. നമ്മൾ ഫുഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി തിരുമലയിൽ ഒരു ഓട്ടിസം സ്കൂളുണ്ട്, അവിടെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ സൺഡേ ആയതുകൊണ്ട് 15ഓളം സ്റ്റാഫും പിള്ളേരും കൂടി ചേർത്ത് 15 ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ അവർക്കുള്ള ഫുഡ് അറേഞ്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഒരു അർഹതപ്പെട്ട ഒരു 15 ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാമെന്ന് ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ട്. പിന്നെന്താ പറയുക, നമ്മൾ ഒരിക്കലും അതൊന്നും നമ്മൾ വീഡിയോ എടുക്കില്ല, അങ്ങനെ എടുക്കേണ്ട ആവശ്യം നമുക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇട്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കാം. നമുക്കിപ്പോൾ വില കൂടിയ 2000-3000 കേക്ക് ഉണ്ടെങ്കിൽ നമ്മളിപ്പോഴത്തെ ഒരു ഇതിൽ 100 രൂപ ബിരിയാണി കാൽക്കുലേഷൻ കൂട്ടിയാലും 20-30 ആൾക്കാരുടെ വയറ് നമുക്ക് നിറയ്ക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ആ ഒരു ഇൻസ്പയറിന് വേണ്ടി മാത്രമാണ് നമ്മളിത് കൊടുത്തത്, അല്ല വേറെ ഒന്നുമില്ല. ഇൻ കേസ് ബാക്കിയൊക്കെ നമുക്ക് വരും വീഡിയോയിൽ കാണാം. ഗൈസ്, ഇതാണ് എൻ്റെ മൂത്ത അളിയനും കൂടി നമ്മളെ കൂടെ കൂടിയപ്പോൾ കുറച്ചൊരു എനർജിക്കായി പരിപാടി. നമ്മളിപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുന്ന യൂണിക് ഓട്ടിസം സ്കൂളാണ്. നമ്മളെ പേയാട് നിന്ന് ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ ഉണ്ടാവും. എന്തായാലും എൻ്റെ ഫ്രണ്ട് എത്തുമ്പോൾ ഞാൻ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്. ഇതിൽ മറ്റൊരു കാര്യം, ഇവരാരും പൈസ ഇല്ലാത്തവരോ അല്ലെങ്കിൽ പൈസ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവരോ അല്ല. ഇവർക്ക് വേണ്ടത് സമയമാണ്. നമ്മൾ അല്പസമയം ഇവരോട് സ്പെൻഡ് ചെയ്യാനാണ് മെയിനായിട്ട് വന്നത്. ശരിക്കും അതിൻ്റെ അകത്തോക്കി പോയപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ പറ്റി. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും അല്ല എന്ന് നമുക്ക് തോന്നി. അവിടെയുള്ള പിള്ളേരുടെ രീതികളാണെങ്കിലും അവർ ട്രീറ്റ് ചെയ്യണ കാര്യങ്ങൾ കാണുമ്പോഴാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു നമുക്ക് ശരിക്കും പടച്ചോനോട്, ഇപ്പോൾ നമ്മുടെ രീതി പറഞ്ഞാൽ പടച്ചോടും നമുക്ക് നല്ലൊരു സ്തുതി തോന്നും ആ സമയത്ത്. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിരുന്നു. അവിടെ വെച്ച് നമ്മൾ ചില കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. കേക്ക് കട്ടുന്ന സമയത്ത് ആ പിള്ളേർ അത്യാവശ്യം അഗ്രസീവ് ആയതുകൊണ്ടാണ് ശരിക്കും ആ കുഞ്ഞുങ്ങളെ ഇതിൽ ഉൾപ്പെടുത്താത്തത്. അതുമല്ല, പിന്നെ ബാക്കി കുറച്ചധികം പേരൻസ് അവരുടെ ഫേസ് ഒന്നും ക്യാമറ വരാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവർക്കൊരു ഇതായിട്ട് തോന്നാം എന്നതുകൊണ്ടും കുഞ്ഞുങ്ങളെ പ്രൈവസി മാനിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് അവരെ ഒന്നും വീട്ടിൽ ഉൾക്കൊള്ളാത്തത്. അല്ലാണ്ട് വേറെ അവരെ മാറ്റി നിർത്തിയോ അങ്ങനെയൊന്നും അല്ല. പിന്നെ നമ്മൾ അവിടെ കേക്ക് വിതരണം അവിടെയുള്ള പിള്ളേർക്കൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂല. പലർക്കും പല പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചായിരുന്നു.
ഇതാണ് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ റജീന മാം. നമ്മളെ മൈൻഡിൽ ഒരു സെറ്റിങ്സ് ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ്ലി മാറ്റിയ ഒരാളാണ് ഈ മാം. ശരിക്കും ഭയങ്കര ഇൻസ്പയർ ആണ്. പ്രത്യേകം നമ്മളിവിടെ ന്യൂ പാരൻറ്റിങ് മനസ്സിലാക്കണം. ഇവർക്കും ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലും പരിപാടിയൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത്യാവശ്യം അടിപൊളിയാട്ടോ, ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഇവർ ഈ രീതി കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണെങ്കിലും എല്ലാം. മെയിനായിട്ട് പറഞ്ഞാൽ ഇവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, യഹിയായും സൈറയും. അവർ രണ്ടും ഓൾറെഡി ഇതിനോടകം ഓട്ടിസിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ, നമ്മൾ ഓരോ ന്യൂസും കാണുകയല്ലേ. ആ ഒരു ടൈമിൽ ഇവർ ഇത്രയും അവരെ ചേർത്ത് നിർത്തിയും അവർക്ക് വേണ്ടി കൂടിയാണ് ഈ സ്കൂൾ തുടങ്ങിയെന്ന് അറിയിക്കുമ്പോൾ വല്ലാത്ത ഫീലാണ്. നമ്മൾ പിന്നെ ഒരുപാട് സമയം അവിടെ നിന്നില്ല. അവിടെ നമ്മൾ യാത്ര തിരിച്ചു. 15 ആൾക്കാരെ കണ്ടെത്തി. അർഹതപ്പെട്ട ആരാണോ, നമ്മളിപ്പോൾ സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. ഈ സമയത്ത് അർഹതപ്പെട്ട ആർക്കാണോ അവർക്ക് കൊടുക്കാം എന്നൊരു മൈൻഡ് സെറ്റിലാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ടാർഗറ്റ്, തമ്പാനൂർ, പാളയം, ചാക്ക ആ സൈഡിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഫുഡ് കഴിച്ചോ, ഇല്ലെങ്കിൽ അത് റാബിയുടെ കൈ കൊണ്ട് കൊടുക്കാമെന്നായിരുന്നു നമ്മൾ ആദ്യം വിചാരിച്ചു. പിന്നെ ഇപ്പോൾ പകർച്ചവ്യാധിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞു മക്കളല്ലേ, അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ ഒരിക്കലും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാത്തിലും ഒരു ഇവന്റ് പേര് പറഞ്ഞില്ലെങ്കിൽ അത് തീരെ നഷ്ടമായി പോകും. ആരിഫ് ഈ ക്യാമറ ബാക്കിൽ എല്ലാത്തിനും ഈ പറയുന്ന ഓട്ടിസ്റ്റിൻ്റെ ഐഡിയ ഉൾപ്പെടെ പറഞ്ഞെന്ന ആരിഫാണ്. ഇപ്പോൾ ഈ കേക്ക് കൊടുക്കാൻ പോകുന്ന ആരിഫിനാണ്. ആരിഫില്ലെങ്കിൽ ഒരു പക്ഷേ ഈ പ്ലാൻ നമ്മൾ വിചാരിച്ച പോലെ വർക്കാവില്ലായിരുന്നു. ഈ കേക്ക് ഉൾപ്പെടെ സ്പോൺസർ അവനായിരുന്നു. പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ ഫുഡ് അടി പരിപാടിയൊക്കെ തുടങ്ങി. നമ്മളെല്ലാവരും വയർ നിറച്ച് ഫുഡെല്ലാം കഴിച്ചു. കുഞ്ഞുങ്ങൾ തായായിരുന്നു കഴിച്ചു, നമ്മൾ മേലുള്ളവരെല്ലാവരും കഴിച്ചു. പിന്നെ അപ്പുറത്തുള്ള ഇവിടെയുള്ളവർക്ക് ഫുഡ് കൊടുത്തു. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മളെ ബർത്ത്ഡേ പരിപാടിയൊക്കെ അങ്ങ് തീർന്നു. എല്ലാവരും പോയപ്പം അജിമിക്ക് നല്ല വിഷമായി. അങ്ങനെ എപ്പോഴും അവളുടെ വീട്ടുകാർ വരുന്നതല്ല, അവരിവിടെ കൊല്ലത്താണ്, എൻ്റെ വീട് ട്രിവാൻഡ്രമാണ്. സോ ഈസി ആയിട്ട് പെട്ടെന്ന് വരാനുള്ള ദൂരമാണെങ്കിലും അവരെ ഹെൽത്ത് ഇഷ്യൂ എല്ലാം കാരണം പെട്ടെന്ന് വന്നും പോകാൻ പറ്റിയൊരു സാഹചര്യം കിട്ടാറില്ല. എന്തായാലും എനിവേ എല്ലാവരും കുറേ നാൾക്ക് ശേഷം ഒന്നിച്ചു കൂടേണ്ട ഒരു ആനന്ദം എല്ലാവർക്കും കിട്ടി. അടുത്ത ബർത്ത്ഡേ നമുക്ക് എന്തായാലും ഇതിലും അടിപൊളിയാക്കണം.